പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകല് രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാവിലെ ദൈവത്തിൻ്റെ വചനവും അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനായി ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് മഹാരാഷ്ട്രയിലെ പ്രവർത്തിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവർക്ക് മൂത്ത മകൾ വിവാഹം കഴിച്ച് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം സഹായിച്ചു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൽ അപേക്ഷിക്കുന്നു. ഞാൻ ഒരു വേദഭാഗം മാത്രം വായിക്കാം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. സ്തോത്രം. വളരെ പരിചയമായ ഒരു വാക്യമാണ്. അബ്രഹാമിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കാത്ത വേദികളില്ല. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു ഭാഗമാണ്. ദൈവം അവനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. ഇന്നും ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ദൈവം സാധാരണ ഒരു ദൈവത്തെ പോലെ അല്ല, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രത്യക്ഷനായി പറയുന്നു, ഐ ആം ഓൾമൈറ്റി ഗാഡ്, വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. സ്തോത്രം. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അവനെ വിളിച്ചിറക്കിയ സന്ദർഭം നമുക്കറിയാം. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും. 12-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ സാഹചര്യം നമുക്കറിയാം. ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വാഗ്ദത്ത സന്തതിയെ ലഭിക്കാതെ പോയ ഒരു സാഹചര്യം നമുക്കറിയാം. എന്നാൽ ദൈവം പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇതുവരെയും എനിക്കൊരു സന്തതിയെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ സന്ദർഭം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ പുറത്തോട്ട് വന്ന് ആകാശത്തിലേക്ക് നോക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. സ്തോത്രം. എന്നാൽ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. 75 years അബ്രഹാമിനെ വിളിച്ചിറക്കിയ സമയത്ത്, എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സന്തതിയെ കാണാതിരുന്നപ്പോൾ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അബ്രഹാം യാത്ര ചെയ്ത് പോകുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാം. ഏകദേശം more than 10 times God spoke to him. ദൈവം അബ്രഹാമിനോട് 10 പ്രാവശ്യത്തിലധികം അബ്രഹാമിനോട് സംസാരിച്ചു. സന്ദർഭങ്ങളിലെല്ലാം അബ്രഹാമിനെ ദൈവം ഉറപ്പിക്കുകയായിരുന്നു. ആ ഉറപ്പിച്ച സന്ദർഭത്തിലെല്ലാം, എന്നാൽ പിന്നീട് നാം വായിക്കുമ്പോൾ നമ്മളെ ഇതിനോടനുബന്ധിച്ച് നാം വായിക്കുന്ന സന്ദർഭത്തിൽ റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 4:19-20 വാക്യം. അബ്രഹാമിന് പെട്ടെന്ന് വായിക്കാമോ? 4 verse 19 and 20. തൻ്റെ ശരീരം നിർജീവമായി പോയതും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. അവിടെ ഒരു പ്രത്യേക വാക്ക് പറയുന്നുണ്ട്, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പക്ഷെ ആ വാക്ക് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അബ്രഹാം വിശ്വാസം ക്ഷീണിച്ചു പോയില്ലേ? കാര്യം തൻ്റെ ഇടയ്ക്ക് വെച്ച് തനിക്കൊരു സംശയം ഉള്ളിൽ വന്നു. തൻ്റെ ഭാര്യ സാറായി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിനി ഒരു മകനെ ലഭിക്കുവാൻ സാധ്യത ഇല്ല, അതുകൊണ്ട് ദാസിയായ ഹാഗാറിൽ കൂടെ ഒരു മകനെ ലഭിക്കണമെന്ന് പറഞ്ഞ് ദാസി ഏൽപ്പിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ നമുക്കറിയാം, ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം അധ്യായം അവസാന ഭാഗങ്ങൾ വായിക്കും. 15-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ചാപ്റ്റർ 16 verse 15 and 16, പിന്നെ ഹാഗാർ
അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ആ ആ ആ ആ അടുത്ത വാക്യം കൂടെ. ആ ആ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. നോക്കിക്ക, ഈ 86-ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ ലഭിച്ചത്. ഈ സന്ദർഭം കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് നാം പഠിക്കുമ്പോൾ പല പ്രാവശ്യം അബ്രഹാം ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒരു മകനെ ലഭിച്ചതിന് ശേഷമായി ഈ 86 വയസ്സ്, അല്ലെങ്കിൽ വായിക്കുന്ന 86-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു മകനെ ലഭിച്ചു. ആരെയാ? ഇസ്മായിൽ, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി അല്ല. ഈ മകനെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമായി അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധം അല്പം കുറഞ്ഞുപോയി. ആ ഭാഗം നാം വായിക്കുമ്പോൾ അതങ്ങനെ കാണാൻ കഴിയുന്നത്. ഏകദേശം 13 വർഷം അബ്രഹാമും ദൈവവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. 13 വർഷം അബ്രഹാമും ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന സന്ദർഭം. സ്തോത്രം. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ലഭിക്കുന്നതിന് മുമ്പേ വാഗ്ദത്ത സന്തതി അല്ലാതെ ജഡീക സന്തതി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഒരു നന്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം അതുകൊണ്ട് അവിടെ ഒതുങ്ങി. സ്തോത്രം. പിന്നീട് ദൈവം പറഞ്ഞു ഇതല്ല, ഒരു വാഗ്ദത്ത സന്തതി ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. സ്തോത്രം. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ, അബ്രഹാമും ദൈവവുമായിട്ടുള്ളൊരു ബന്ധമില്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ, അബ്രഹാമിന്റെ കുഴപ്പം കൊണ്ടല്ല ഒരു മകനെ ലഭിക്കാതിരുന്നത്. സ്തോത്രം. നമുക്കറിയാം അബ്രഹാമിൽ കൂടെ ആരുണ്ടായി? ഹാഗാറിൽ കൂടെ ഒരു പൈതൽ ഉണ്ടായി. എന്നാൽ സാറായുടെ ഗർഭപാത്രം അടച്ചു വെച്ചത് കൊണ്ട് പിന്നീട് വായിക്കുമ്പോൾ 2 പേരെയും കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നിയപ്പോൾ നമ്മൾ വായിക്കുന്നത് 99 വയസ്സായപ്പോൾ ദൈവം പിന്നെയും അബ്രഹാമിന് പ്രത്യക്ഷനായി. സ്തോത്രം. ആ സമയത്താണ് ദൈവം അവനോട് ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. സ്തോത്രം. ജീവിതത്തിൽ സംശയം വന്ന സന്ദർഭങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉള്ള സന്ദർഭങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ പോയപ്പോഴും ദൈവം വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെന്ന് അബ്രഹാമിന് ദൈവം ഉറപ്പിക്കുന്ന സന്ദർഭമായിരുന്നു. സ്തോത്രം. റോമാലേഖനത്തിൽ വായിച്ച വാക്യം തെറ്റല്ല, ആ വാക്യം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ 86-ാമത്തെ വയസ്സ് മുതൽ 99-ാമത്തെ വയസ്സ് വരെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇല്ലാതിരുന്നപ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ, സാറായെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോയെങ്കിലും ഞാൻ ഇന്നും സർവശക്തനായ ദൈവമാണ്. ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോകുന്ന സന്ദർഭത്തിലും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്നും വിശ്വസ്തനാണ്. ആ ദൈവത്തിന് മാറ്റമില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ അബ്രഹാം വിശ്വാസം ക്ഷീണിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. അതാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ 99 വാക്യം തുടർന്ന് വായിക്കാമോ? റോമാലേഖനത്തിലെ 4-19 വാക്യം. 100 വയസ്സുള്ളവനാകയാൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം, ഞാൻ ഇന്ന് സർവശക്തനായ ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഭിക്കുന്നതിന് മുമ്പ് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുവെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി അബ്രഹാമിന് കാണാൻ കഴിഞ്ഞുവെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നമ്മോടുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചനകൾ ഒന്നും നിവർത്തിക്കാതെ പോകുകയില്ല. കാലങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എഴുതി തള്ളിയ വിഷയമാണെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഇന്നും സർവശക്തനാണ്. ആ ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താൽ മതി. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്.
നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നോക്കി പലപ്പോഴും നമ്മൾ പറയുന്നവരാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം വരുന്നവരാ. നമ്മൾ പലതും എഴുതി തള്ളി വിട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിവുകളും നമ്മുടേതായ സാഹചര്യങ്ങളും ഒക്കെ ഇനി ഒരിക്കലും കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം പറയുന്നത്, ഞാൻ ഇന്നും സർവശക്തിയുള്ള ദൈവമാ. നിന്റെ ശക്തി കുറഞ്ഞു പോകുമായിരിക്കാം, നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലായിരിക്കാം, നീ ചിലപ്പോൾ എഴുതി തള്ളിയ വിഷയമായിരിക്കാം, കൈവിട്ടുപോയ വിഷയമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ദൈവം ഇന്നും സർവശക്തനായ ദൈവമാ. ആ ദൈവത്തിന്റെ സന്നിധി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ദൈവസന്നിധി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ ജീവിതത്തിലും വ്യാപരിച്ച ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ദൈവം പറയാണ്, ഞാൻ ഇന്നും സർവശക്തനാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. സ്തോത്രം. അത് അബ്രഹാമിനെ ഉദ്ദേശിച്ച് മാത്രമല്ല. അടുത്ത വാക്യം അവിടെ ഒന്ന് വായിക്കാം, ഒന്നുകൂടെ വായിച്ച് നിർത്താൻ പോവാം. 4 19 20 വാക്യം. വിശ്വാസ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അടുത്ത വാക്യം കൂടെ. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അടുത്ത വാക്യം കൂടെ. അടുത്ത വാക്യം. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മയും കൂടെ വിചാരിച്ച. സ്തോത്രം. ഇന്ന് പകൽ നാമും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ നമുക്കും അതുപോലെ കണക്കിടും. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും, ആ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അബ്രഹാമൊക്കെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ പിതാക്കന്മാർ മാറ്റപ്പെട്ടു എങ്കിലും നമ്മുടെ കർത്താവ് ഇന്നും സർവശക്തനായ ദൈവമാണ്. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിപ്പിക്കാൻ ദൈവം ഇന്നും സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. Amen. Thank you, Pastor. Can I have the English worship team on the stage? Praise the Lord. Hallelujah. Let us worship.